പ്രിയ കുട്ടികളെ, ഇൻ്റഗ്രേഷൻ്റെ ഫോർമുല കുറച്ചും കൂടി പഠിപ്പിക്കാനുണ്ട്. വളരെ കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് പഠിപ്പിക്കുന്നുള്ളൂ. പിന്നെ ആദ്യം അതിനുള്ള ഫോർമുല ഞാൻ വായിക്കുവാണ്, നിങ്ങളത് വായിച്ചെത്തണം. ഇത് തീർന്നു കഴിയുമ്പോൾ ഉടനെ ഒരു പരീക്ഷയുണ്ട്, ഫോർമുല തന്നെ. എല്ലാവരും പരീക്ഷ എഴുതേണ്ടതാണ്. ഇന്ന് നമ്മൾ പഠിക്കുന്നത് സെക്കൻഡ് ഫണ്ടമെൻ്റൽ തിയറം. അതായത് ഇഫ് ഇൻ്റഗ്രൽ എഫ് എസ് ഡി എസ് ക്യാപിറ്റൽ എഫ് എക്സ് പ്ലസ് സി ആണെങ്കിൽ ഇൻ്റഗ്രൽ എ ടു ബി എഫ് എസ് ഡി എസ് ഇത് ഡെഫിനൈറ്റ് ഇൻ്റഗ്രൽ എന്ന് പറയും. കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. എ മുതൽ ബി വരെയാണ് ഇൻ്റഗ്രേഷൻ ചെയ്യുന്നത്. ഇത്രയും നാൾ നമ്മൾ ഈ ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും ഇല്ലാത്ത ഇൻ്റഗ്രേഷനാണ് കണ്ടത്. അത് ഇൻഡെഫിനൈറ്റ് ഇൻ്റഗ്രൽ ആയിരുന്നു. അപ്പോൾ ഈ ഇൻ്റഗ്രലിന് പറയുന്ന പേര് ഡെഫിനൈറ്റ് ഇൻ്റഗ്രൽ. എ മുതൽ ബി വരെ ഇൻ്റഗ്രൽ എഫ് എസ് ഡി എസിൻ്റെ വില കാണുക എന്ന് പറയുമ്പോൾ ക്യാപിറ്റൽ എഫ് എക്സിന് എ ടു ബി വില ഇട്ടാൽ മതി. ഇങ്ങനെ ഡെഫിനൈറ്റ് ആയിട്ടുള്ള ഇൻ്റഗ്രൽ ചോദിക്കുമ്പോൾ ഈ സി എഴുതേണ്ട കാര്യമില്ല. ക്യാപിറ്റൽ എഫ് എക്സ് എന്ന ഇൻ്റഗ്രേഷൻ ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ആൻസറിന് എ ടു ബി വില ഇടുക. ഒരു സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ട് അപ്പർ വാല്യൂ ആണ് ആദ്യം കൊടുക്കേണ്ടത് എക്സിന്, എഫ് ഓഫ് ബി മൈനസ്, പിന്നെ ലോവർ വാല്യൂ എക്സിന് കൊടുക്കുക, എഫ് ഓഫ് എ. ഈ തിയറത്തിന് സെക്കൻഡ് ഫണ്ടമെൻ്റൽ തിയറം എന്നാണ് പറയുന്നത്. അപ്പോൾ സെക്കൻഡ് ഫണ്ടമെൻ്റൽ തിയറം എന്താണെന്നൊന്നും പരീക്ഷയ്ക്ക് ചോദിക്കില്ല. ഇങ്ങനത്തെ പ്രോബ്ലം വരുമ്പോൾ നമ്മളങ്ങനെ ചെയ്യണമെന്നേ ഉള്ളൂ. ഇൻ്റഗ്രൽ എഫ് എക്സ് ഇൻ്റഗ്രൽ എ ടു ബി എഫ് എസ് ഡി എക്സ് ഈസ് ഇക്വൽ ടു ക്യാപിറ്റൽ എഫ് എക്സ് സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ട് എ ടു ബി, അപ്പർ വാല്യൂ ആദ്യം മൈനസ് ലോവർ വാല്യൂ പിന്നെ എക്സിന് കൊടുക്കുന്നു. അപ്പോൾ എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ. ഇതിന് സെക്കൻഡ് ഫണ്ടമെൻ്റൽ തിയറം എന്നാണ് പറയുന്നത്. ഇനി ഈവൻ ഫംഗ്ഷൻ, ഓഡ് ഫംഗ്ഷൻ എന്താണ്? ഇതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ട്. എഫ് എക്സ് ഈസ് കോൾഡ് ആൻ ഈവൻ ഫംഗ്ഷൻ ഇഫ് എഫ് ഓഫ് മൈനസ് എക്സ് ഈസ് ഇക്വൽ ടു എഫ് എക്സ്. എഫ് ഓഫ് മൈനസ് എക്സും എഫ് എക്സും ഈക്വൽ ആണെങ്കിൽ എഫ് എക്സ് അറിയപ്പെടുന്നത് ഈവൻ ഫംഗ്ഷൻ എന്നാണ്. സാധാരണ നമ്മൾ പ്രോബ്ലത്തിൽ ഈവൻ ആയിട്ട് നോക്കാൻ വരുന്ന കുറേ ഈവൻ ഫംഗ്ഷൻ്റെ എക്സാമ്പിൾ തന്നിട്ടുണ്ട്. എക്സ് സ്ക്വയർ, എക്സ് റേസ്ഡ് 4, അങ്ങനെ പവർ ഈവൻ നമ്പർ വരുന്നതൊക്കെ ഈവൻ ഫംഗ്ഷനാണ്. കാരണം എക്സിൻ്റെ സ്ഥാനത്ത് മൈനസ് എക്സ് ഇട്ടേച്ച് സ്ക്വയർ എടുത്താലും എക്സ് സ്ക്വയർ തന്നെ കിട്ടുന്നു. അതുകൊണ്ട് പിന്നെ കോസ് എക്സ്, കോസ് സ്ക്വയർ എക്സ്, കോസ് ക്യൂബ് എക്സ്, കോസിൻ്റെ ഏത് പവർ വന്നാലും സീക്കിൻ്റെയും ഏത് പവർ വന്നാലും, കാരണം കോസ് മൈനസ് എക്സ് ആണ് കോസ് എക്സ്, സീക്ക് മൈനസ് എക്സും സീക്കസ് ആണ്. ആ രണ്ട് ട്രിഗ്നോമെട്രി ഫംഗ്ഷന് മാത്രം ആ പ്രത്യേകതയുള്ളൂ. അതുകൊണ്ട് കോസിൻ്റെ ഏത് പവറിനും സീക്കിൻ്റെ ഏത് പവറിനും അത് ഈവൻ ഫംഗ്ഷനാണ്. പക്ഷേ സൈൻ്റെയും ടാനിൻ്റെയും ഒക്കെ ഈവൻ പവറിന് മാത്രമേ അത് ഈവൻ ആവുള്ളൂ. കാരണം സൈൻ മൈനസ് എക്സ് മൈനസ് സൈൻ എക്സ് എന്നും ടാൻ മൈനസ് എക്സ് മൈനസ് ടാൻ എക്സ് എന്നുമാണ് നിങ്ങൾ പഠിച്ചിരിക്കുന്നത്. അപ്പോൾ ഈവൻ പവർ വന്നാൽ മാത്രമേ അത് എഫ് ഓഫ് മൈനസ് എക്സ് എഫ് എക്സ് എന്ന കാര്യം ഫലിക്കുകയുള്ളൂ. അതുകൊണ്ട് സൈൻ്റെയും ടാനിൻ്റെയും ഒക്കെ ഈവൻ പവറിന് മാത്രമേ ആ എഫ് എക്സ് ഈവൻ ഫംഗ്ഷനായിട്ട് വരുള്ളൂ. അപ്പോൾ ഈവൻ ഫംഗ്ഷൻ്റെ ഡെഫിനിഷൻ, if f of minus x is equal to fx, then fx is called even. Example, x square, x raised to 4, etc. കോസിൻ്റെ ഏത് പവറും കോസ് എക്സ്, കോസ് സ്ക്വയർ എക്സ്, കോസ് ക്യൂബ് എക്സ്, എക്സെട്ര. സൈൻ്റെയും ടാൻ്റെയും ഒക്കെ ഈവൻ പവർ മാത്രം സൈൻ സ്ക്വയർ എക്സ്, സൈൻ റേസ് ടു 4x, ടാൻ സ്ക്വയർ എക്സ്, എക്സെട്ര. അപ്പോൾ എന്തായിരിക്കും ഓഡ് ഫംഗ്ഷൻ? if f of minus x is equal to minus fx, then fx is called odd function. If f of minus x is equal to minus fx, then fx is called odd function. ഇതാണ് എഫ് എക്സ് എന്നിരിക്കട്ടെ, എക്സ്. അപ്പോൾ അത് എഫ് എക്സ് ആണെങ്കിൽ എഫ് ഓഫ് മൈനസ് എക്സ് എന്നാ മൈനസ് എക്സ്. ആ മൈനസ് എക്സ് എന്ന് കിട്ടിയ ആൻസർ എഫ് എക്സ് തന്നെയല്ല, പിന്നെ എന്താണ്? മൈനസ് എഫ് എക്സ് ആണ്. അപ്പോൾ ഈ കാര്യം ഇവിടെ പാലിച്ചിട്ടുണ്ട്. എക്സിനെ സംബന്ധിച്ച്, എക്സ് ക്യൂബിനെ സംബന്ധിച്ച് ഒക്കെ പാലിക്കും. ഓഡ് പവർ, പിന്നെ സൈൻ്റെയും ടാനിൻ്റെയും ഒക്കെ ഈവൻ പവർ ഈ കൂട്ടത്തിൽ പോയെങ്കിൽ ഓഡ് പവർ ഓഡ് ഫംഗ്ഷൻ്റെ കൂട്ടത്തിൽ വരും. സൈൻ എക്സ്, സൈൻ ക്യൂബ് എക്സ്, ടാൻ എക്സ്, ടാൻ റേസ് ടു 5x, എക്സെട്ര. നമുക്ക് ഈ എക്സാമ്പിൾ ഒന്ന് ചെക്ക് ചെയ്യാം. സൈൻ എക്സ് എങ്ങനെയാണ് ഓഡ് ഫംഗ്ഷൻ ആയെന്ന്.
എഫ് എക്സ് ആണ് സൈൻ എക്സ്. എഫ് ഓഫ് മൈനസ് എക്സ് എന്നാ, ഇത് ചെയ്ത് നോക്കുക. സൈൻ മൈനസ് എക്സ് എന്ന് വെച്ചാൽ മൈനസ് സൈൻ എക്സ്. ഈ മൈനസ് സൈൻ എക്സ് എന്ന് പറയുന്നത് മൈനസ് ആയ എഫ് എക്സ് അല്ലേ? അതെ, അപ്പോൾ ഈ കാര്യമാണ് പാലിച്ചത്, അല്ലാതെ പ്ലസ് ആയ എഫ് എക്സ് അല്ലല്ലോ. അപ്പോൾ സൈൻ എക്സ് ഓഡ് ഫംഗ്ഷൻ ആണെന്ന് മനസ്സിലായി. അപ്പോൾ ഓഡ് ഫംഗ്ഷനിൽ വരുന്ന എക്സാമ്പിൾസ് എക്സ്, എക്സ് ക്യൂബ് എക്സെട്ര, സൈൻ എക്സ്, സൈൻ ക്യൂബ് എക്സ് എക്സെട്ര, ടാൻ എക്സ്, ടാൻ റേസ് ടു 5x എക്സെട്ര, എഫ് ഓഫ് മൈനസ് എക്സ് മൈനസ് എഫ് എക്സ് വരണം. അപ്പോൾ നമ്മൾ സെക്കൻഡ് ഫണ്ടമെൻ്റൽ തിയറം കണ്ടു. എപ്പോഴാണ് ഒരു എഫ് എക്സ് ഈവൻ ആവുന്ന ഓടാവുന്നതെന്ന് കണ്ടു. ഈ പ്രോപ്പർട്ടീസ് ഓഫ് ഡെഫിനൈറ്റ് ഇൻ്റഗ്രൽസ് എന്ന് പറയുന്ന 5 പ്രോപ്പർട്ടീസിനെ കുറിച്ച് ഇന്ന് പഠിപ്പിക്കുന്നു. 6-7 പ്രോപ്പർട്ടി കൂടി ഉള്ളതാണ്. അത് ഈ പ്രോപ്പർട്ടീസ് ഓഫ് ഡെഫിനൈറ്റ് ഇൻ്റഗ്രൽസ് ഇച്ചിരി പ്രധാനപ്പെട്ട ഭാഗമായതുകൊണ്ട് അത് അടുത്ത ദിവസം ഞാൻ പഠിപ്പിക്കുകയുള്ളൂ. ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ കൂടി പറഞ്ഞ് ഇന്നത്തെ അങ്ങ് തീർക്കുവാണ്. മോഡ് എക്സിന് 2 വിലയുണ്ട്, എക്സും മൈനസ് എക്സും. എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 വരുമ്പോഴാണ് മോഡ് എക്സിന് എക്സ് എന്ന വില എടുക്കുന്നത്. എക്സ് ലെസ് ദാൻ 0 വരുമ്പോൾ മോഡ് എക്സിന് മൈനസ് എക്സ് എന്ന വില എടുക്കും. ഇനി ഇൻ്റഗ്രൽസോ സൈൻ സ്ക്വയർ എക്സ്, കോസ് സ്ക്വയർ എക്സ്, ടാൻ സ്ക്വയർ എക്സ്, സൈൻ ക്യൂബ് എക്സ്, കോസ് ക്യൂബ് എക്സ്, ടാൻ ക്യൂബ് എക്സ് എങ്ങനെ കാണും? ഇൻ്റഗ്രൽ സൈൻ സ്ക്വയർ എക്സ് ഡി എക്സ് കാണാൻ നമ്മൾ അതിനെ ഈ സൈൻ സ്ക്വയർ എക്സ് എന്ന ഇൻ്റഗ്രാൻഡിനെ നമ്മൾ പഠിച്ച ട്രിഗ്നോമെട്രിയുടെ ഫോർമുലകളുടെ ഫോർമുലകൾ ഉപയോഗിച്ചത് മാറ്റിയെടുത്താലല്ലാതെ ഈ പറയുന്ന കാര്യങ്ങളൊന്നും ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇൻ്റഗ്രൽ സൈൻ സ്ക്വയർ എക്സ് ഡി എക്സ്, ഇത് സൈൻ എക്സ് ഇൻറ്റു സൈൻ എക്സ് ആണ്, പ്രൊഡക്റ്റാണ്. പക്ഷേ ഹൈലൈറ്റ് വെച്ച് ഫസ്റ്റ് സെക്കൻഡ് എടുക്കാൻ നിവൃത്തിയില്ല. 2 സൈൻ എക്സ് ആണ്, ട്രിഗ്നോമെട്രി ഫംഗ്ഷനാണ് രണ്ടും. ഫസ്റ്റ് സെക്കൻഡ് എടുക്കാൻ നിവൃത്തിയില്ല. അങ്ങനെയൊക്കെ വരുന്നതാണ് ഈ 3 ക്വസ്റ്റ്യനും. അപ്പോൾ പിന്നെ സൈൻ സ്ക്വയർ എക്സിനെ 1 മൈനസ് കോസ് 2x ബൈ 2 എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. സൈൻ സ്ക്വയർ എക്സിന് പകരം നിങ്ങൾ പഠിച്ചിരിക്കുന്ന കാര്യമാണ് 1 മൈനസ് കോസ് 2x ബൈ 2. ഇത് ബൈ ഹാർട്ടായിട്ട് അറിഞ്ഞിരുന്നാൽ സൈൻ സ്ക്വയർ എക്സ് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ വരുമ്പോൾ അത് 1 മൈനസ് കോസ് 2x ബൈ 2 എന്ന് എഴുതി അതിനെ വേണം ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ. ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ ഒരുപാടുമില്ല. മൊത്തത്തിൽ ഒരു ബൈ 2, അതായത് 1/2 എന്ന സംഖ്യ പുറത്തേക്ക് എടുത്തു. പിന്നെ 1ൻ്റെ ഇൻ്റഗ്രൽ എഴുതി, മൈനസ് കോസ് 2xൻ്റെ ഇൻ്റഗ്രൽ എഴുതി. കോസ് 2xൻ്റെ ഇൻ്റഗ്രൽ കാണാൻ ക്യാപിറ്റൽ എക്സ് ആയിട്ട് ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ 2x എടുത്തുകൊണ്ട് ഇൻ്റഗ്രേഷൻ ചെയ്യാൻ പറ്റും. കോസ് സ്ക്വയർ എക്സ് എങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു വെച്ചാൽ ഉടനെ ഇതുപോലെ തന്നെ കോസ് സ്ക്വയർ എക്സിനെ 1 പ്ലസ് കോസ് 2x ബൈ 2 എന്നൊരു ഫോർമുല വഴി മാറ്റിയെടുത്തിട്ട് കോസ് സ്ക്വയർ എക്സ് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ വരുമ്പോൾ ഇൻ്റഗ്രൽ 1 പ്ലസ് കോസ് 2x ബൈ 2 ആണ് ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത്. ടാൻ സ്ക്വയർ എക്സ് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ വന്നാൽ സി സ്ക്വയർ എക്സ് മൈനസ് 1 എന്ന് ടാൻ സ്ക്വയർ എക്സിനെ മാറ്റിയിട്ട് അതിനെ വേണം ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ. ബ്രാക്കറ്റ് ഇട്ട് ഒരു കാര്യമെന്ന് കാണിക്കാൻ വെച്ചിട്ടുണ്ട്. ടാൻ സ്ക്വയർ എക്സിനെ എങ്ങനെയാണ് മാറ്റേണ്ടത്? സി സ്ക്വയർ എക്സ് മൈനസ് 1. സി സ്ക്വയർ എക്സിൻ്റെ ഇൻ്റഗ്രൽ ടാൻ എക്സ് ആണെന്നും മൈനസ് 1ൻ്റെ ഇൻ്റഗ്രൽ എക്സ് ആണെന്നും നിങ്ങൾക്കറിയാം. അങ്ങനെ നമുക്ക് പെട്ടെന്ന് ഇതിൻ്റെ ആൻസർ എഴുതാൻ പറ്റും. അപ്പോൾ ടാൻ സ്ക്വയർ എക്സ് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ വന്നാൽ ഒന്നും ചിന്തിച്ചിട്ട് കാര്യമില്ല. ടാൻ സ്ക്വയർ എക്സിനെ സി സ്ക്വയർ എക്സ് മൈനസ് 1 എന്ന് മാറ്റി എഴുതുക, ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ഇത് ഏത് ഫോർമുല എന്നാൽ ഇത് വന്നേ? നിങ്ങൾ പഠിച്ചിട്ടില്ലേ? 1 പ്ലസ് ടാൻ സ്ക്വയർ എക്സ് സി സ്ക്വയർ എക്സ് എന്നാണ്. അപ്പോൾ ടാൻ സ്ക്വയർ എക്സ് എന്താണ്? സി സ്ക്വയർ എക്സ് മൈനസ് 1. ബ്രാക്കറ്റ് ഇടാൻ ഓർക്കണം. ഇനി സൈൻ ക്യൂബ് എക്സും കോസ് ക്യൂബ് എക്സും ടാൻ ക്യൂബ് എക്സും ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ വന്നാൽ എന്ത് ചെയ്യണം? സൈൻ ക്യൂബ് എക്സിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ വന്നാൽ നിങ്ങൾ സൈൻ 3xൻ്റെ ഫോർമുല പഠിച്ച് ഓർക്കണില്ലേ? 3 സൈൻ എക്സ് മൈനസ് 4 സൈൻ ക്യൂബ് എക്സ്, അതാണ് സൈൻ 3x. ആ ഫോർമുല വെച്ച് സൈൻ ക്യൂബ് എക്സിനെ മാറ്റിയെടുത്തതാണ് 3 സൈൻ എക്സ് മൈനസ് സൈൻ 3x ബൈ 4 എന്ന് മാറ്റിയെടുത്തു. ഏത് ഫോർമുലയെന്ന് ഇത് വന്നതെന്ന് വെച്ചാൽ സൈൻ 3xൻ്റെ ഫോർമുലയാണ്. സൈൻ 3xൻ്റെ ഫോർമുല എന്താണ്? 3 സൈൻ എക്സ് മൈനസ് 4 സൈൻ ക്യൂബ് എക്സ്. ആ ഫോർമുല വെച്ച് 4 സൈൻ ക്യൂബ് എക്സ് എഴുതിയിട്ട് പിന്നെ സൈൻ ക്യൂബ് എക്സ് എഴുതി കൊണ്ടുവന്നതാണ്. അതാണ് ബൈ 4 വരാൻ കാര്യം. അപ്പോൾ സൈൻ ക്യൂബ് എക്സിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ എങ്ങനെ മാറ്റണം? 3 സൈൻ എക്സ് മൈനസ് സൈൻ 3x ഡിവൈഡഡ് ബൈ 4 അങ്ങനെ മാറ്റിയിട്ട് വേണം ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ. ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ എളുപ്പമാണ്. 1/4 എന്ന സംഖ്യ ആദ്യമേ പുറത്തേക്ക് എടുത്തു. ഇനി ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ അറിയാം, മൈനസ് ഇതും ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ അറിയാം. അങ്ങനെ ആൻസർ എഴുതിയൊരു പ്ലസ് ഇ ഇട്ട് വെച്ചാൽ മതി. ഇനി കോസ് ക്യൂബ് എക്സിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ
കോസ് 3x ഫോർമുല ഓർക്കുക. കോസ് 3xൻ്റെ ഫോർമുല എന്താണ്? 4cos³ മൈനസ് 3cos x. ആ ഫോർമുല ഉപയോഗിച്ച് 4cos³ കണ്ടുപിടിച്ചു. അതിൽ നിന്ന് cos³ എടുത്തതാണിത്. അപ്പോൾ നമുക്ക് എന്നാ കിട്ടിയത്? cos³ പകരം cos 3x പ്ലസ് 3cos x/4. cos³ പകരം cos 3x പ്ലസ് 3cos x/4 അങ്ങനെ എഴുതിയിട്ട് അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. മൊത്തത്തിൽ 1/4 പുറത്തേക്ക് ഇടുക. cos 3xനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ക്യാപിറ്റൽ X ആയിട്ട് 3x പരിഗണിച്ചാൽ ഇൻ്റഗ്രേഷൻ നടത്താം. പ്ലസ് 3cos xഉം ഇൻ്റഗ്രേറ്റ് ചെയ്യാം. tan³ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ tan³ tan² x tan x എഴുതിയിട്ട് ഇതിൽ വന്ന tan² xനെ c² x -1 മാറ്റി എഴുതിയിട്ട് ഇൻറ്റു tan x കൊടുക്കുക. എന്നിട്ടിത് രണ്ടാക്കുക. ബ്രാക്കറ്റ് മാറ്റി ഗുണിച്ചുകൊണ്ട് ഇൻ്റഗ്രൽ c² x tan s ds മൈനസ് ഇൻ്റഗ്രൽ tan s ds. അങ്ങനെ ആക്കിയിട്ടാണ് ആ ഇൻ്റഗ്രേഷൻ നടക്കുകയുള്ളൂ. ഇൻ്റഗ്രൽ c² x tan s ds ചെയ്യാൻ tan x t എടുക്കുക. tan xൻ്റെ ഡിഫറൻഷ്യലില്ലേ c² x ds. അങ്ങനെ നമുക്ക് ഈ ഇൻ്റഗ്രേഷൻ ചെയ്യാൻ പറ്റും tan x t എടുത്ത്. ഇത് നിങ്ങൾ ഫോർമുലയായിട്ട് പഠിച്ചിട്ടുണ്ട്. ഇൻ്റഗ്രൽ tan s dxൻ്റെ ആൻസർ. അങ്ങനെ അതും എഴുതുകയാണ് ചെയ്യുന്നത്. അപ്പോൾ tan³ x ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ എന്ത് ചെയ്തു? tan² x ഇൻറ്റു tan x തന്നെ മാറ്റി. എന്നിട്ട് tan² xൻ്റെ സ്ഥാനത്ത് എന്തിട്ടു? c² x -1 ബ്രാക്കറ്റ് ഇട്ടു ഇൻറ്റു tan x. അത് രണ്ടാക്കി ബ്രാക്കറ്റ് മാറ്റി ഗുണിച്ച് സെപ്പറേറ്റ് ആക്കി വെച്ചു. ഇനി ഇൻ്റഗ്രേഷൻ നടക്കും. ഈ ഭാഗം എങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്യും? tan x t എടുത്ത് ഇവിടെ നിന്ന് ഒരു ആരോ മാർക്ക് ഇട്ട് നമ്മൾ tan x t എടുത്ത് ഇൻ്റഗ്രേഷൻ നടത്തും. എന്തിന്? കൃത്യമായിട്ട് ഫോർമുല പ്രകാരം ഉത്തരവുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഏതൊരു ഇൻ്റഗ്രേഷനും നമ്മൾ ചെയ്യണമെങ്കിൽ നമ്മൾ ട്രിഗ്നോമെട്രിയിൽ പഠിച്ച ഓരോന്നിനും പകരം എന്തെഴുതാം അങ്ങനെ ഓരോരോ കാര്യങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. ആ രൂപത്തിലേക്ക് മാറ്റി മൈനസിൻ്റെയും പ്ലസിൻ്റെയും രൂപങ്ങളിലാക്കിയ ശേഷമാണ് ഇൻ്റഗ്രേഷൻ നടത്തുന്നത്. ഇത് കണ്ടില്ലേ? മൈനസിൻ്റെയും പ്ലസിൻ്റെയും രൂപത്തിലാണ് എല്ലാ കാര്യങ്ങളും വന്നിരിക്കുന്നത്. അങ്ങനെ ഇൻ്റഗ്രേഷൻ നടത്തുകയാണ് ചെയ്യണത്. പിന്നെ സബ്സ്റ്റിറ്റ്യൂഷൻ വഴിയും ചെയ്യാറുണ്ട്. tan x t എടുക്കുന്നു, സൈഡിൽ എഴുതുന്നു, രണ്ട് സൈഡും ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നു. c² x ds 1 dt. അപ്പോൾ ഈ c² x dsന് പകരം dt കൊടുക്കുന്നു, tan xന് t കൊടുക്കുന്നു. അപ്പോൾ ഇൻ്റഗ്രൽ t dt എന്ന് വരുന്നു. ഉടനെ ഇൻ്റഗ്രേഷൻ തീരുന്നു. അപ്പോൾ ഇൻ്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കുറേ ഫോർമുലകൾ പഠിച്ചു വയ്ക്കും. ആ ഫോർമുല വെച്ച് നേരിട്ടുള്ളതും ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ ക്യാപിറ്റൽ X പരിഗണിച്ചുകൊണ്ട് ഈ ഫോർമുല പ്രകാരം എഴുതണതും പിന്നെ ട്രിഗ്നോമെട്രിയുടെ ഫോർമുലകൾ പ്രകാരം ഓരോന്നിനും മാറ്റം വരുത്തിക്കൊണ്ട് അത് പ്ലസിൻ്റെയും മൈനസിൻ്റെയും രൂപത്തിലാക്കി വെച്ചിട്ട് ഇൻ്റഗ്രേഷൻ നടത്തുന്നതും ഒക്കെയാണുള്ളത്. കൂടാതെ ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് പ്രൊഡക്റ്റ് വരുന്നതിനും പാർഷ്യൽ ഫ്രാക്ഷൻ കോഷ്യൻ്റ് വരുന്നതിനും ഇൻ്റഗ്രേഷൻ നടത്തുന്നു. ഇത്രയൊക്കെയാണ് പ്രധാനമായിട്ടും ഇൻ്റഗ്രേഷനിലുള്ളൂ. നിങ്ങൾ അല്ലാതെ ഒരുപാടുണ്ടെന്ന് വിചാരിക്കേണ്ട. ഇനി ഡെഫിനൈറ്റ് ഇൻ്റഗ്രൽ ആണല്ലോ ഇന്ന് പഠിച്ചത്. ഇൻ്റഗ്രൽ a to b, a മുതൽ b വരെ, അതാണ് ഈ ഡെഫിനൈറ്റ് എന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രൽ a to b. അപ്പോൾ ഇവിടെ എന്ത് ഹെഡിങ് തരാത്തതെന്ന് ചോദിച്ചാൽ ഡെഫിനൈറ്റ് ഇൻ്റഗ്രൽ ആസ് ലിമിറ്റ് ഓഫ് എ സം എന്നൊരു പോർഷൻ നമുക്കുണ്ടായിരുന്നു. അതിപ്പോൾ സിലബസിൽ ചെറുതായിട്ട് കുറച്ചായിട്ടാണ് അറിഞ്ഞത്. ഇനി സിലബസ് കുറച്ചോ ഇല്ല എന്നുള്ള കാര്യം കുറച്ചുകൂടെ കഴിയുമ്പോഴേ നമുക്ക് കൃത്യം അറിയത്തുള്ളൂ. കുറച്ചിട്ടില്ലെങ്കിൽ അന്ന് ഞാനിത് പഠിപ്പിക്കും. ഡെഫിനൈറ്റ് ഇൻ്റഗ്രൽ എന്ന ഹെഡിങ് നമ്മൾ ഇവിടെ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഇതിനകത്ത് ആ ഹെഡിങ് വരാത്തത്. ഇൻ്റഗ്രൽ a to b fs dx കാണാൻ ചോദിച്ചാൽ വെറും ഇൻ്റഗ്രൽ fs dxൻ്റെ ആൻസർ ക്യാപിറ്റൽ Fx കണ്ടുപിടിച്ചിട്ട് ഈ c ഒഴിവാക്കുക, സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ട് a to b വിലയിടുക, അപ്പർ വാല്യൂ ആദ്യം കൊടുക്കുക എക്സിന് മൈനസ് ലോവർ വാല്യൂ പിന്നെ കൊടുക്കുക. അപ്പോൾ f of b മൈനസ് f of a. fx is even function if f of minus x is equal to fx. എക്സാമ്പിൾസ് ഇതൊക്കെയാണ്. x² x raised to 4 cos s cos² s cos³ x എക്സെട്ര എല്ലാ പവറുകളും ഈവൻ പവറുകൾ സൈൻ്റെയും ടാനിൻ്റെയും. fx is called an odd function if f of minus x is equal to minus fx. എക്സാമ്പിൾ x³ ഓഡ് പവേഴ്സ്, പിന്നെ സൈൻ്റെ ഓഡ് പവേഴ്സ്, ടാനിൻ്റെ ഓഡ് പവേഴ്സ്. പ്രോപ്പർട്ടീസ് അടുത്ത ദിവസമാണ് പറഞ്ഞു തരുള്ളൂ. മോഡക്സിന് രണ്ട് വില പോസിറ്റീവ് എക്സ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0, നെഗറ്റീവ് എക്സ് എക്സ് ലെസ് ദാൻ 0. ഇനി sin² xന് ഇൻ്റഗ്രൽ sin² x dx സമ ഇൻ്റഗ്രൽ 1 മൈനസ് cos 2x by 2 dx. ഇൻ്റഗ്രൽ cos² x dx സമ ഇൻ്റഗ്രൽ 1 പ്ലസ് cos 2x by 2 dx. ഇൻ്റഗ്രൽ tan² x dx സമം ഇൻ്റഗ്രൽ c² x -1 ബ്രാക്കറ്റ് dx.
ഇൻ്റഗ്രൽ സൈൻ ക്യൂബ് എക്സ് ഡി എക്സ് സമം ഇൻ്റഗ്രൽ 3 സൈൻ എക്സ് മൈനസ് സൈൻ 3x ബൈ 4 ഡി എക്സ്. ഇൻ്റഗ്രൽ കോസ് ക്യൂബ് എക്സ് ഡി എക്സ് സമം ഇൻ്റഗ്രൽ കോസ് ടി എക്സ് പ്ലസ് 3 കോസ് എക്സ് ബൈ 4 ഡി എക്സ്. ഇൻ്റഗ്രൽ ടാൻ ക്യൂബ് എക്സ് ഡി എക്സ് സമം ഇൻ്റഗ്രൽ ടാൻ സ്ക്വയർ എക്സ് ഇൻറ്റു ടാൻ എക്സ് ഡി എക്സ് സമം ഇൻ്റഗ്രൽ സി സ്ക്വയർ എക്സ് മൈനസ് 1 ഇൻറ്റു ടാൻ എക്സ് ഡി എക്സ് ഈക്വൽ ടു ഇൻ്റഗ്രൽ സി സ്ക്വയർ എക്സ് ടാൻ എക്സ് ഡി എക്സ് മൈനസ് ഇൻ്റഗ്രൽ ടാൻ എക്സ് ഡി എക്സ്. ഇത്രയും കാര്യങ്ങൾ ആണ് ഇന്ന് പഠിപ്പിച്ചത്. ഇനി ഞാൻ ആദ്യം പറഞ്ഞുള്ള ഫോർമുല വീണ്ടും വായിച്ചു തരുവാണ്. നിങ്ങൾ എൻ്റെ ഒപ്പം വായിച്ച് ഫോർമുല തറവാക്കണം. കുറച്ച് കാര്യങ്ങൾ കൂടി. ഇപ്പോൾ ഈ സൈൻ സ്ക്വയർ എക്സ് കോസ് സ്ക്വയർ എക്സ് ആണെന്ന് ഫോർമുലയൊന്നും അല്ല, പെട്ടെന്ന് ഓർത്തിരിക്കത്തക്ക വിധം ഫോർമുല പോലെ ഞാൻ എഴുതി തരുന്ന കുറച്ച് കാര്യങ്ങൾ ഇനിയും വരുന്നുണ്ട്. അതും കൂടി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇനി ടെസ്റ്റ് പേപ്പർ ഉണ്ടാക്കി ഫോർമുലയ്ക്ക് തന്നെ അതിന് ശേഷമേ പ്രോബ്ലം ചെയ്യിക്കുകയുള്ളൂ. ഡി ബൈ ഡി എസ് ഓഫ് എഫ് എക്സ് ഡി എക്സ് ആണെങ്കിൽ ഇൻ്റഗ്രൽ ജി എസ് ഡി എസ് എഫ് എക്സ് ആണ്. ഇൻ്റഗ്രൽ എഫ് ഡാഷ് എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞാൽ എഫ് എക്സ് പ്ലസ് സി, കാരണം എഫ് എക്സിൻ്റെ ഡിഫറൻഷ്യലാണ് എഫ് ഡാഷ് എക്സ്. അപ്പോൾ എഫ് ഡാഷ് എക്സിൻ്റെ ഇൻ്റഗ്രലാണ് എഫ് എക്സ് പ്ലസ് സി കൊടുക്കും. സി ഈസ് കോൺസ്റ്റൻറ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ. ഡിഫറൻഷ്യലും ഇൻ്റഗ്രലും മാറി മാറി. ഡി ബൈ ഡി എസ് ഓഫ് എക്സ് 1 ആയതുകൊണ്ട് ഇൻ്റഗ്രൽ 1 ഡി എക്സ് എക്സ് പ്ലസ് സി ഓർ ഇൻ്റഗ്രൽ ഡി എക്സ് എസ് പ്ലസ് സി ആണ്. ഡി ബൈ ഡി എസ് ഓഫ് ലോഗ് എക്സ് 1 ബൈ എക്സ് ആയതുകൊണ്ട് ഇൻ്റഗ്രൽ 1 ബൈ എക്സ് ഡി എസ് ലോഗ് മോഡ് എക്സ് പ്ലസ് സി ആണ്. ഡി ബൈ ഡി എസ് ഓഫ് ഇ റേസ് ടു എക്സ് ആയതുകൊണ്ട് ഇൻ്റഗ്രൽ ഇ റേസ് ടു എക്സ് ഡി എസ് ഇ റേസ് ടു എസ് പ്ലസ് സി ആണ്. ഡി ബൈ ഡി എസ് ഓഫ് സൈനസ് കോസസ് ആയതുകൊണ്ട് ഇൻ്റഗ്രൽ കോസസ് ഡി എസ് സൈൻ എക്സ് പ്ലസ് സി ആണ്. ഡി ബൈ ഡി എസ് ഓഫ് കോസസ് മൈനസ് സൈൻ എക്സ് ആയതുകൊണ്ട് ഇൻ്റഗ്രൽ സൈനസ് ഡി എസ് മൈനസ് കോസസ് പ്ലസ് സി ആണ്. ഡി ബൈ ഡി എസ് ഓഫ് ടാൻ എക്സ് സി സ്ക്വയർ എക്സ് ആണ്. അപ്പോൾ ഇൻ്റഗ്രൽ സി സ്ക്വയർ എക്സ് ഡി എസ് ടാൻ എക്സ് പ്ലസ് സി ആണ്. ഡി ബൈ ഡി എസ് ഓഫ് കോട്ട് എക്സ് മൈനസ് കൊസി സ്ക്വയർ എക്സ് ആണ്. അപ്പോൾ ഇൻ്റഗ്രൽ കൊസി സ്ക്വയർ എക്സ് ഡി എക്സ് മൈനസ് കോട്ട് എക്സ് പ്ലസ് സി ആണ്. ഡി ബൈ ഡി എസ് ഓഫ് സീക്കസ് ടാൻ എക്സ് ആണ്. അപ്പോൾ ഇൻ്റഗ്രൽ സീക്കസ് ടാൻ എക്സ് ഡി എസ് സീക്കസ് പ്ലസ് സി ആണ്. ഡി ബൈ ഡി എസ് ഓഫ് കൊസിക്കസ് മൈനസ് കൊസിക്കസ് കോട്ട് എക്സ് ആണ്. അപ്പോൾ ഇൻ്റഗ്രൽ കൊസിക്കസ് കോട്ട് എക്സ് ഡി എസ് മൈനസ് കൊസിക്കസ് പ്ലസ് സി ആണ്. ഡി ബൈ ഡി എസ് ഓഫ് എക്സ് റേസ് ടു എൻ ഇൻറ്റു എക്സ് റേസ് ടു എൻ മൈനസ് 1 ആണ്. പക്ഷേ ഇൻ്റഗ്രൽ എക്സ് റേസ് ടു എൻ ഡി എക്സ് എക്സ് റേസ് ടു എൻ പ്ലസ് 1 ബൈ എൻ പ്ലസ് 1 പ്ലസ് സി. ഡി ബൈ ഡി എസ് ഓഫ് എ റേസ് ടു എക്സ് ഇൻറ്റു ലോഗ് എ ഇൻ്റഗ്രൽ എ റേസ് ടു എക്സ് ഡി എസ് എ റേസ് ടു എക്സ് ബൈ ലോഗ് എ പ്ലസ് സി. ഇൻ്റഗ്രൽ കെ എഫ് എസ് ഡി എസ് കെ ഇൻറ്റു ഇൻ്റഗ്രൽ എഫ് എസ് ഡി എസ് കെ ഈസ് കോൺസ്റ്റൻറ്റ്. ഇൻ്റഗ്രൽ എഫ് എക്സ് പ്ലസ് ഓർ മൈനസ് ജി എസ് ഡി എസ് ഇൻ്റഗ്രൽ എഫ് എസ് ഡി എസ് പ്ലസ് ഓർ മൈനസ് ഇൻ്റഗ്രൽ ജി എസ് ഡി എസ്. ഡി ബൈ ഡി എസ് ഓഫ് ടാൻ എക്സ് സി സ്ക്വയർ എക്സ് ആണെങ്കിലും ഇൻ്റഗ്രൽ ടാൻ എക്സ് ഡി എസ്, അപ്പോൾ ഡിഫറൻഷ്യലും ഇൻ്റഗ്രലും ഒരേ കാര്യങ്ങളുടെ തന്നെ. ടാൻ എക്സിൻ്റെ ഡിഫറൻഷ്യൽ സി സ്ക്വയർ എക്സ് ആണ്. പക്ഷേ ടാൻ എക്സിൻ്റെ ഇൻ്റഗ്രൽ ലോഗ് മോഡ് സീക്കസ് പ്ലസ് സി ഓർ മൈനസ് ലോഗ് മോഡ് കോസസ് പ്ലസ് സി. കോട്ടെക്സിൻ്റെ ഡിഫറൻഷ്യൽ മൈനസ് കൊസി സ്ക്വയർ എക്സ് ആണ്. പക്ഷേ കോട്ടെക്സിൻ്റെ ഇൻ്റഗ്രൽ ലോഗ് മോഡ് സൈൻ എക്സ് പ്ലസ് സി. സീക്കസിൻ്റെ ഡിഫറൻഷ്യൽ സീക്കസ് ടാൻ എക്സ് ആണ്. പക്ഷേ സീക്കസിൻ്റെ ഇൻ്റഗ്രൽ ലോഗ് മോഡ് സീക്കസ് പ്ലസ് ടാൻ എക്സ് പ്ലസ് സി. കൊസീക്ക് എക്സിൻ്റെ ഡിഫറൻഷ്യൽ മൈനസ് കൊസീക്കസ് കോട്ടെക്സ് ആണ്. പക്ഷേ കൊസീക്ക് എക്സിൻ്റെ ഇൻ്റഗ്രൽ ലോഗ് മോഡ് കൊസീക്കസ് മൈനസ് കോട്ടെക്സ് പ്ലസ് സി. ഡി ബൈ ഡി എസ് ഓഫ് സൈൻ ഇൻവേഴ്സ് എക്സ് 1 ബൈ റൂട്ട് ഓഫ് 1 മൈനസ് എസ് സ്ക്വയർ ഇൻ്റഗ്രൽ 1 ബൈ റൂട്ട് ഓഫ് 1 മൈനസ് എസ് സ്ക്വയർ ഡി എക്സ് സൈൻ ഇൻവേഴ്സ് എസ് പ്ലസ് സി ഓർ മൈനസ് കോസ് ഇൻവേഴ്സ് എക്സ് പ്ലസ് സി. ഡി ബൈ ഡി എസ് ഓഫ് സീക്ക് ഇൻവേഴ്സ് എക്സ് 1 ബൈ എക്സ് ഇൻറ്റു റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് 1 ഇൻ്റഗ്രൽ 1 ബൈ എക്സ് ഇൻറ്റു റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് 1 ഡി എക്സ് സീക്ക് ഇൻവേഴ്സ് എസ് പ്ലസ് സി ഓർ മൈനസ് കൊസീക്ക് ഇൻവേഴ്സ് എസ് പ്ലസ് സി. ഡി ബൈ ഡി എസ് ഓഫ് ടാൻ ഇൻവേഴ്സ് എക്സ് 1 ബൈ 1 പ്ലസ് എസ് സ്ക്വയർ ഇൻ്റഗ്രൽ 1 ബൈ 1 പ്ലസ് എസ് സ്ക്വയർ ഡി എക്സ് ടാൻ ഇൻവേഴ്സ് എസ് പ്ലസ് സി ഓർ മൈനസ് കോട്ട് ഇൻവേഴ്സ് എസ് പ്ലസ് സി. ഇനി 9 ഫോർമുല 1 ബൈ റൂട്ട് നേരെ റൂട്ട് അങ്ങനെ 3 സെറ്റായിട്ട് തിരിച്ച് എല്ലാം കൃത്യമായിട്ട് പറഞ്ഞു തന്നതാണ്. ഇൻ്റഗ്രൽ 1 ബൈ എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ ഡി എക്സ് 1 ബൈ 2a ലോഗ് മോഡ് എക്സ് മൈനസ് എ ബൈ എസ് പ്ലസ് എ പ്ലസ് സി. ഇൻ്റഗ്രൽ 1 ബൈ എ സ്ക്വയർ മൈനസ് എസ് സ്ക്വയർ ഡി എക്സ് 1 ബൈ 2a ലോഗ് മോഡ് എ പ്ലസ് എക്സ് ബൈ എ മൈനസ് എക്സ് പ്ലസ് സി. ഇൻ്റഗ്രൽ 1 ബൈ എ സ്ക്വയർ പ്ലസ് എസ് സ്ക്വയർ ഡി എക്സ് 1 ബൈ എ ടാൻ ഇൻവേഴ്സ് എസ് ബൈ എ പ്ലസ് സി. ഇൻ്റഗ്രൽ 1 ബൈ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ ഡി എക്സ് ലോഗ് മോഡ് എക്സ് പ്ലസ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ പ്ലസ് സി.
ഇൻ്റഗ്രൽ 1/√(a² - x² dx sin inverse x by a plus c ഇൻ്റഗ്രൽ 1/√(a² + s² dx log mod x +√(a² + s² + c. അപ്പോൾ ഈ കിടക്കുന്ന അതേ ഓർഡറിൽ തന്നെയാണ് ഈ മൂന്നെണ്ണം വരുന്നത്. റൂട്ട് ഉണ്ടെന്ന് മാത്രം എല്ലാത്തിനും ഡിനോമിനേറ്ററിൽ. ഇങ്ങനെ റൂട്ടുണ്ട് പക്ഷെ 1/, ഇല്ലാതെ ഇൻ്റഗ്രൽ (√(s² - a² dx x/2 (√(s² - a²) മൈനസ് വന്നതുകൊണ്ട് ഇവിടെ മൈനസ് തന്നെ -a²/2. ഇനി ഈ ആൻസർ log mod x +√(x² - a² + c. ഇനി ഇൻ്റഗ്രൽ (√(a² - s² dx s/2 (√(a² - s²). പിന്നെ ഇവിടെ പ്ലസ് ആയതുകൊണ്ട് ഇവിടെയും +a²/2. ഇനി ഇത് സൈൻ ഇൻവേഴ്സ് s/a + c ഇൻ്റഗ്രൽ (√(a² + s² dx s/2 (√(a² + s²). ഇവിടെ പ്ലസ് ആയതുകൊണ്ട് ഇവിടെയും +a²/2 log mod x +√(a² + s² + c. ഇനി ഇൻ്റഗ്രൽ 1 ds ഇൻ്റഗ്രൽ dx x + c ഇൻ്റഗ്രൽ x ds s²/2 + c ഇൻ്റഗ്രൽ s² ds s³/3 + c ഇൻ്റഗ്രൽ (√s ds 2/3 x⁵3/2 + c ഇൻ്റഗ്രൽ 1/√s ds 2√x + c ഇൻ്റഗ്രൽ 1/x² dx -1/x + c ഇൻ്റഗ്രൽ log s dx x log s -x + c ഇൻ്റഗ്രൽ mod s dx x mod x/2 + c. ഇതറിയാം x⁻². അപ്പോൾ പവർ കൂടുവാണ്. x⁻²ൻ്റെ കൂടെ എന്ന് പറഞ്ഞാൽ കൂട്ടി 3/2/3/2. ആ /3/2 ആണ് 2/3 ആയത്. ഇത് നിങ്ങൾക്കറിയാം x⁻² താഴെ എന്ന് വെച്ചാൽ അത് x⁻² മുകളിൽ. അപ്പോൾ പവർ ഒന്ന് കൂടുമ്പോൾ s⁻² +1 അതായത് x⁻²/½ ആ /½ ആണ് 2 ആയത്. ഇത് നിങ്ങൾക്കറിയാം x⁻² മുകളിൽ. അപ്പോൾ പവർ ഒന്ന് കൂടുമ്പോൾ -2 + 1 എന്ന് വരും. എന്ന് വെച്ചാൽ x⁻² -1/-1 അതല്ലേ ഈ എഴുതിയിരിക്കുന്നത്. ഇൻ്റഗ്രൽ log s ds x log s -x + c. ഇനി ഇൻ്റഗ്രേഷൻ സബ്സ്റ്റിറ്റ്യൂഷൻ t എടുത്തുണ്ട്, പാർഷ്യൽ ഫ്രാക്ഷൻ ഉണ്ട്, ബൈ പാർട്സ് ഉണ്ട്. സബ്സ്റ്റിറ്റ്യൂഷനിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം, ക്യാപിറ്റൽ X ആയിട്ട് ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ എടുത്ത് പല ഇൻ്റഗ്രേഷൻ്റെ ആൻസർ എഴുതും. കണ്ടില്ലേ, ഇൻ്റഗ്രൽ sin 2s + t dx ചെയ്യാൻ വന്നു. നമുക്ക് sin xൻ്റെ ഇൻ്റഗ്രൽ ഫോർമുല -cos x അറിയത്തുള്ളൂ. ക്യാപിറ്റൽ X ആയിട്ട് ഈ ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ 2s + t എടുക്കുവാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ ഇനി മാറ്റി വായിക്കും sin ക്യാപിറ്റൽ X, ഇങ്ങനെ വട്ടം വരച്ചിടണം. അത് sin ക്യാപിറ്റൽ X എന്ന് ക്വസ്റ്റ്യൻ വായിച്ചാൽ ആൻസർ -cos ക്യാപിറ്റൽ X പറയാവുള്ളൂ. അത് പറഞ്ഞുകൊണ്ട് എഴുതേണ്ടത് 2s + t എന്നാണ്. എന്ത് ക്യാപിറ്റൽ X എടുത്തോ അതിൻ്റെ ഡിഫറൻഷ്യൽ കൊണ്ട് ഹരിക്കണം. അപ്പോൾ 2 × 1 + 0 അതായത് 2 കൊണ്ട് ഹരിച്ചു. -1/2 cos of 2s + t + c. ഇവിടെ ഒരു +c എഴുതാനും ഇവിടെ ഒരു +c എഴുതാനും ഞാൻ മറന്നുപോയി. ഡിഫറൻഷ്യൽ കൊണ്ട് ഹരിക്കണം. ഡിഫറൻസിയേഷനകത്ത് എന്തായിരുന്നു ചെയ്തതെന്ന് വെച്ചാൽ ആ ഡിഫറൻഷ്യൽ കൊണ്ട് ഗുണിക്കുവാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇൻ്റഗ്രൽ f(s) ds ക്യാപിറ്റൽ Fx + c ആണെങ്കിൽ ഇൻ്റഗ്രൽ f of as + b ds ക്യാപിറ്റൽ F of as + b എന്ന് എഴുതിയാൽ പോരാ. അതിൻ്റെ ഡിഫറൻഷ്യൽ as + bയുടെ ഡിഫറൻഷ്യൽ a × 1 + 0 a കൊണ്ട് മൊത്തം ഹരിച്ചതാണ് ഈ കണ്ടത് +c. ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ സബ്സ്റ്റിറ്റ്യൂഷൻ വഴിയാണോ ചെയ്യേണ്ടതെന്ന് പെട്ടെന്ന് നമ്മൾ തന്നെ തിരിച്ചറിഞ്ഞോളും. കുറേ കണക്കുകൾ കണ്ടു കഴിയുമ്പോൾ ഈ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചേ. e⁻tan 1 s/1 + s² ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ഈ dx ഇൻ്റഗ്രൽ സൈൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ ഇതിൽ tan 1 x t എടുത്താൽ ഒരുപാട് ഗുണമുണ്ട്. അതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന കാര്യങ്ങൾ ഈ ക്വസ്റ്റ്യനിൽ തന്നെ കിടപ്പുണ്ട്. അങ്ങനെ അത് മൊത്തം dt ആയിട്ട് മാറ്റാൻ പറ്റും. അപ്പോൾ tan 1 x t എടുത്തു, ഡിഫറൻഷ്യേറ്റ് 1/1 + s² dx ഈസ് ഈക്വൽ ടു 1 dt. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ 1 കൂട്ടിച്ചേർക്കാം, 1 dt. അപ്പോൾ 1/1 + s² dxന് പകരം dt കൊടുത്തു. e⁻tan 1 x-ന് പകരം e⁻t കൊടുത്തു. അപ്പോൾ ഇൻ്റഗ്രൽ e⁻t dt വന്നിട്ട് ഉത്തരം e⁻t + c t മാറ്റി എഴുതി e⁻tan 1 + c.
താഴെ കിടക്കുന്നതിൻ്റെ കൃത്യം ഡിഫറൻഷ്യൽ മുകളിൽ വരുന്ന ഇൻ്റഗ്രേഷൻ ലോഗ് മോഡ് താഴത്തെ പ്ലസ് സി. ഉദാഹരണം സൈനസിൻ്റെ കൃത്യം ഡിഫറൻഷ്യൽ കോസസ് ലോഗ് മോഡ് സൈനസ് പ്ലസ് സി. താഴെ റൂട്ടിനകത്ത് കിടക്കുന്നതിൻ്റെ ഡിഫറൻഷ്യൽ മുകളിൽ വന്നാൽ അതിൻ്റെ ആൻസർ 2√fx പ്ലസ് സി. താഴെ റൂട്ടിനകത്ത് കിടക്കുന്ന 2s² ഡിഫറൻഷ്യലാണ് 4x മുകളിൽ വന്നത്, അതുകൊണ്ട് ഉത്തരം 2√2s² പ്ലസ് സി. 1/2 ഡിഗ്രി വരിക, 1 റൂട്ടിനകത്ത് സെക്കൻഡ് ഡിഗ്രി വരിക, അങ്ങനെയുള്ള ഇൻ്റഗ്രേഷൻ ചെയ്യാൻ 1 തന്നെ 5, 8 വരാം. 5 കൂടെ പുറത്തേക്ക് എടുക്കുക, അല്ലെങ്കിൽ 8 പുറത്തേക്ക് എടുക്കുമ്പോൾ ഇവിടെ 1 വരുമല്ലോ. ഈ രൂപത്തിലുള്ള ക്വസ്റ്റ്യൻ വന്നാൽ എന്ത് ചെയ്യണം? ഇത് റൂട്ടിനകത്ത് ഇട്ടുകൊണ്ടാണ് വരുന്നതെങ്കിലും എന്ത് ചെയ്യണം? ആ സെക്കൻഡ് ഡിഗ്രി അങ്ങോട്ട് മാറ്റി എഴുതി വെച്ചാൽ അതിനെ 2 സ്ക്വയറുകളുടെ സമ്മായിട്ടോ ഡിഫറൻസ് ആയിട്ടോ നമുക്ക് മാറ്റി കൊണ്ടുവരാൻ പറ്റും. പിന്നെ നമ്മൾ ഈ വായിച്ച 9 ഫോർമുല ഈ ടൈപ്പ് ഉണ്ടല്ലോ, അതിലേത് ഫോർമുലയായിട്ടാണ് അതിന് സാമ്യം നോക്കി അത് വെച്ച് ആൻസർ എഴുതും. 2s² പ്ലസ് 12x പ്ലസ് 4. x² കോയിഫിഷ്യൻ്റ് പോസിറ്റീവ് 1 ആക്കാൻ 2 പുറത്തെടുത്തു. അപ്പോൾ s² പ്ലസ് 6x പ്ലസ് 2 വന്നു. 2 ഇൻറ്റു ഈ എക്സിൻ്റെ കോയിഫിഷ്യൻ്റ് 6 പ്ലസ് 6 അതിൻ്റെ പകുതി വെച്ചാണ് ഇവിടെ സ്ക്വയർ ഉണ്ടാക്കുന്നത്. അപ്പോൾ x പ്ലസ് 3 ഹോൾ സ്ക്വയർ. ഈ രണ്ട് ടേം ശരിയായിട്ടുണ്ട്. a² വന്നപ്പോഴും 2ab വന്നപ്പോഴും. ഇനി b² 9 ആണ്. 9 നമുക്ക് വേണ്ട, -9 ഇട്ട് കളഞ്ഞു. പ്ലസ് 2 ആണ് നമുക്ക് വേണ്ടത്, അതിട്ടു. അപ്പോൾ 2 ഇൻറ്റു s പ്ലസ് t ഹോൾ സ്ക്വയർ മൈനസ് 7 സമം 2 ഇൻറ്റു s പ്ലസ് t ഹോൾ സ്ക്വയർ മൈനസ് √7ൻ്റെ സ്ക്വയർ. ഇതാണ് നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുപോയി എഴുതുന്നതിന് പകരമായിട്ട് 2 എഴുതിയിട്ടുണ്ട്. s പ്ലസ് t ഹോൾ സ്ക്വയർ മൈനസ് √7² dx 1/2 എന്നായിട്ടാണ് 2 പുറത്തേക്ക് എടുത്ത് വെച്ചത്. ഇനി ഈ ഇൻ്റഗ്രേഷൻ ചെയ്യാൻ നമുക്ക് ഈ ഫോർമുല ആയിട്ടാണ് അതിന് സാമ്യം. ഇൻ്റഗ്രൽ 1/s² മൈനസ് a² ds 1/2a ലോഗ് മോഡ് s മൈനസ് a/s പ്ലസ് a പ്ലസ് സി. ക്യാപിറ്റൽ x ആയിട്ട് s പ്ലസ് ടി എടുത്താണ് ആൻസർ എഴുതേണ്ടതെന്ന് പറയാം. അപ്പോൾ 1/2 ഇൻറ്റു 1/2a എന്ന് വെച്ചാൽ റൂട്ട്സ് ആണ്. 1/2a ലോഗ് മോഡ് x മൈനസ് a/s പ്ലസ് a. x മൈനസ് എന്ന് പറയുമ്പോൾ s പ്ലസ് ടി മൈനസ് √7/s പ്ലസ് ടി പ്ലസ് √7. എന്ത് ക്യാപിറ്റൽ എക്സ് എടുത്തോ അതിൻ്റെ ഡിഫറൻഷ്യൽ കൊണ്ട് ഹരിച്ചു 1 ആണത്, പ്ലസ് സി. അങ്ങനെ നമ്മുടെ ആൻസർ കിട്ടി. താഴെ റൂട്ട് വന്നാലും ഒരു വ്യത്യാസമില്ല, ഇതുപോലെ തന്നെ ഇവിടെ റൂട്ട് വരുമെന്നേ ഉള്ളൂ. ഈ രണ്ടിനും റൂട്ട് വരും, ബാക്കി എല്ലാത്തിനും റൂട്ട് വരും. അപ്പോൾ നമ്മൾ 1/√2 വരുന്നേ ഉള്ളൂ. ഇവിടെ ഈ റൂട്ടിനകത്തുള്ള ഇതിന് പറ്റിയ ഫോർമുലയില്ലേ, ആ ഫോർമുല വെച്ച് ഇതിൻ്റെ ആൻസർ എഴുതും. വേറെ ഒന്നുമില്ല, ക്യാപിറ്റൽ എക്സ് പരിഗണിക്കും. മോളിൽ ഫസ്റ്റ് ഡിഗ്രി താഴെ സെക്കൻഡ് ഡിഗ്രി വരിക, മോളിൽ ഫസ്റ്റ് ഡിഗ്രി താഴെ റൂട്ടിനകത്ത് സെക്കൻഡ് ഡിഗ്രി വരിക. അത് ഏത് വന്നാലും ഈ ഒറ്റ കാര്യം മതി. ന്യൂമറേറ്റർ സമം ക്യാപിറ്റൽ A ഇൻറ്റു d/dx ഓഫ് ഡിനോമിനേറ്റർ പ്ലസ് ബി എന്നൊന്ന് എഴുതിയിട്ട് എന്തെന്നാൽ ന്യൂമറേറ്റർ സമം ക്യാപിറ്റൽ A ഇൻറ്റു d/dx ഓഫ് ഡിനോമിനേറ്റർ പ്ലസ് ബി എന്നൊന്ന് എഴുതിയിട്ട് അത് സോൾവ് ചെയ്ത് കൊണ്ടുവരിക. എയും ബിയും നിങ്ങൾക്ക് കിട്ടും. ഇനി നമ്മൾ ഈ ന്യൂമറേറ്ററിന് പകരം അതേ എഴുതുകയുള്ളൂ. എന്നിട്ട് ഈ ഇൻ്റഗ്രേഷൻ ഇങ്ങനെ രണ്ടാക്കി തിരിക്കും. ഇങ്ങനെ ഒരെണ്ണം, ഇങ്ങനെ ഒരെണ്ണം. അതിൽ വലിയ കോൺസ്റ്റൻ്റ് ഉണ്ടെങ്കിൽ കോൺസ്റ്റൻ്റ് ഇങ്ങനെ പുറത്തേക്കും ചാടിക്കും. പിന്നെ നമുക്ക് ആ ഇൻ്റഗ്രേഷൻ ചെയ്യാൻ പറ്റും. അതാണ് ഈ കണക്കിൻ്റെ പ്രത്യേകത. ഇനി നമ്മൾ റാഷണൽ ഫംഗ്ഷൻ PS/QS ഇനി നമ്മൾ പഠിച്ചു വരുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ഫോർമുല വായിച്ചു വിടാമല്ലോ. ന്യൂമറേറ്റർ ബൈ ഡിനോമിനേറ്റർ റാഷണൽ ഫംഗ്ഷനാണ്. അത് പ്രോപ്പറാണ് നല്ലത്. എന്ന് വെച്ചാൽ മോളിൽ ഡിഗ്രി കുറഞ്ഞിരിക്കണം. ഇംപ്രോപ്പർ വന്നാൽ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഇംപ്രോപ്പറിനെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഹരിച്ച് കോഷ്യൻ്റ് പ്ലസ് റിമൈൻഡർ ബൈ ഡിവൈസർ എന്ന രൂപത്തിൽ എഴുതി പ്രോപ്പറാക്കണം. ഇതാണ് പ്രോപ്പറായിട്ട് വരുന്നത്. ഇതൊരു നേരെയുള്ള ഭാഗം. പാർഷ്യൽ ഫ്രാക്ഷൻ എന്തിനാണെന്ന് വെച്ചാൽ ഈ ന്യൂമറേറ്റർ ബൈ ഡിനോമിനേറ്റർ വരുന്ന രൂപത്തിലുള്ള ഇൻ്റഗ്രാൻഡ് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ. ഈ രൂപത്തിലുള്ള മോളിൽ സെക്കൻഡ് ഡിഗ്രി താഴെ തേർഡ് ഡിഗ്രി, ഈ ഫസ്റ്റ് ഡിഗ്രി 3 ഇങ്ങനെ വന്നാൽ മോളിൽ സെക്കൻഡ് ഡിഗ്രിയും താഴെ തേർഡ് ഡിഗ്രിയും വന്നാൽ ഇത് പ്രോപ്പറാണ്. ഇതും പ്രോപ്പറാണ്. കാരണം സെക്കൻഡ് തേർഡ് പവർ തേർഡ് ഉണ്ട്. ഇവിടെ തേർഡ് ഡിഗ്രി, ഇവിടെയും തേർഡ് ഡിഗ്രി ഉണ്ട്. മോളിൽ സെക്കൻഡേ ഉള്ളൂ. ഇതെല്ലാം പ്രോപ്പറാണ്. ഇനി ഇത് ഇങ്ങനെ വന്നാൽ എന്ത് ചെയ്യണം? a/s മൈനസ് a പ്ലസ് b/s മൈനസ് b പ്ലസ് c/s മൈനസ് c എന്നങ്ങ് എടുക്കണം. അങ്ങനെ എടുത്ത് അങ്ങോട്ട് വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് ആ പ്രോബ്ലം മുന്നോട്ട് LC എടുത്ത് മുന്നോട്ടങ്ങ് പൊക്കോളും. എന്നിട്ട് നമ്മൾ അങ്ങ് ചെയ്ത് പൊക്കോളും. അത് പ്രോബ്ലം ചെയ്യുമ്പോൾ കൃത്യം നിങ്ങൾക്കറിയാം. ഇപ്പം നിങ്ങൾ ഇത്രയും പഠിച്ചു വയ്ക്കുക. ഇങ്ങനെയാണ് വരുന്നതെങ്കിൽ a/s മൈനസ് a പ്ലസ് ഉടനെ സ്ക്വയറിലേക്ക് പോകരുത്. b/s മൈനസ് b പ്ലസ് c/s മൈനസ് b ഹോൾ സ്ക്വയർ. ഈ രൂപത്തിലാണ് വരുന്നതെങ്കിൽ a/s മൈനസ് a പ്ലസ് ഇത് മുറിക്കാൻ പറ്റാത്ത സെക്കൻഡ് ഡിഗ്രി ആയതുകൊണ്ടാണ് മുറിക്കാത്തത്. അല്ലെങ്കിൽ നമ്മൾ മുറിച്ച് ഇതുപോലെ ആക്കിയാനേ
മുറിക്കാൻ പറ്റാത്ത സെക്കൻഡ് ഡിഗ്രി വന്നാൽ എ ബൈ എസ് മൈനസ് എ പ്ലസ് ബി എക്സ് പ്ലസ് സി ബൈ എസ് സ്ക്വയർ പ്ലസ് ബി എസ് പ്ലസ് സി എന്ന് എഴുതണം. ബി എക്സ് പ്ലസ് സി ബൈ എസ് സ്ക്വയർ പ്ലസ് ബി എസ് പ്ലസ് സി. ഇനി ഇ റൈസ് ടു എക്സിൻ്റെ കൂടെ എഫ് എക്സ് പ്ലസ് എഫ് ഡാഷ് എസ് ഗുണിക്കുന്നത് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ വന്നാൽ ആ ഇൻ്റഗ്രേഷൻ്റെ ആൻസർ ഇ റൈസ് ടു എക്സ് എഫ് എക്സ് പ്ലസ് സി. ബൈ പാർട്സും കൂടിയാണ് പറയാനുള്ളൂ. ഗുണനത്തിൻ്റെ രൂപത്തിൽ വരുന്ന ഇൻ്റഗ്രേഷൻ ചെയ്യാനായിട്ട് ഫസ്റ്റ് ഫങ്ഷൻ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് മൈനസ് ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് എന്ന് പറയുമ്പോൾ ഇതും ഇട്ടോളണം. മൈനസ് ഇൻ്റഗ്രൽ സെറ്റ് ബ്രാക്കറ്റ് ഇടുക. ഡിഫറൻഷ്യൽ ഓഫ് ഫസ്റ്റ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് ഇത്രയാണത്. ആ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തിട്ട് ഈ ഇൻ്റഗ്രലിൻ്റെ ഒരു മുറിഭാഗം ഡി എക്സും കൂടി കൊടുക്കുക. ഫസ്റ്റ് സെക്കൻഡ് എങ്ങനെ തീരുമാനിക്കുന്നു വെച്ചാൽ ഹൈലൈറ്റ് വെച്ച് തീരുമാനിക്കുക. ഇത് ഇൻവേഴ്സ് ട്രിഗ്നോമെട്രി, ഇത് ലോഗരിതമിക് ഫംഗ്ഷൻ, ഇത് ഓൾജിബ്രൈക് ഫംഗ്ഷൻ, ഇത് ട്രിഗ്നോമെട്രി ഫംഗ്ഷൻ, ഇത് എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷൻ. ഓൾജിബ്രൈക് ഫംഗ്ഷൻ ഇത് മാത്രമല്ല, ഒരു കോൺസ്റ്റൻ്റ് 8 ഇതും കൂടെ ഇവിടെ കൂട്ടിച്ചേർക്കണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. 8 എന്നുള്ള സംഖ്യയൊക്കെ ഈ കൂട്ടത്തിൽ വരും. അത് കൂട്ടിച്ചേർക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. സംഖ്യകളും ഇതിനകത്ത് വരും. നമ്മുടെ ക്വസ്റ്റനിൽ കിടക്കുന്ന 2 ഫംഗ്ഷൻ ഹൈലൈറ്റ് സൈഡിൽ എഴുതി അതാതിൻ്റെ താഴെ എഴുതിയിട്ട് അതിലാദ്യം വരുന്നത് ഏതാ, രണ്ടാമത് വന്ന ഏതാ, അതിനനുസരിച്ച് ഫസ്റ്റ് സെക്കൻഡ് എന്ന് ഇവിടെ ഇതായിരിക്കും ചിലപ്പോൾ ഫസ്റ്റ്, അവിടെ ഫസ്റ്റ് എന്ന് എഴുതും, സെക്കൻഡ് എന്ന് എഴുതും. നമ്മൾ ഈ ഫോർമുല വെച്ചത് എഴുതി കണക്ക് ചെയ്തങ്ങ് പൊക്കോളും. പിന്നെ ഞാൻ ഇന്ന് പഠിപ്പിച്ച കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഇന്ന് പഠിപ്പിച്ചത് ആദ്യം വായിച്ച് പഠിച്ചിട്ട് അത് ഇത്രയും. പിന്നെ ഈ മുകളിലത്തെ ഭാഗമല്ലേ ഉള്ളൂ. ഇടഭാഗം ഞാൻ പ്രോപ്പർട്ടീസ് ഓഫ് ഡെഫിനൈറ്റ് ഇൻ്റഗ്രൽ 2 കൂടി 6, 7 എഴുതാനുണ്ട്. അതുകൊണ്ടാണ് ഇന്നിത് പഠിപ്പിക്കാത്തത്. 6, 7 എഴുതി വെച്ചത് അല്ല ഫോട്ടോ എടുത്തിട്ടത്. അതുകൊണ്ട് ഇന്നത് വേണ്ടാന്ന് വെച്ചു. അടുത്ത ദിവസം പഠിപ്പിച്ചോളാം. നിങ്ങൾ ഈ ഫോർമുല ഓരോ ദിവസവും, ഞാനിപ്പോൾ വളരെ കുറച്ച് കാര്യങ്ങളെ പഠിപ്പിക്കാറുള്ളൂ. ഒരു കാര്യത്തിൽ 2 കാര്യമാണ് കൂടുതലായിട്ട് പഠിപ്പിക്കുന്നുള്ളൂ. പ്രോബ്ലം ചെയ്യാനില്ല, ഒന്നുമില്ല. ഈ ഫോർമുല ഒപ്പം എഴുതി ഇവിടെ എത്തണം. അതുപോലെ തന്നെ ഞാൻ വായിക്കുന്ന ഒപ്പം നിങ്ങൾ 2 തവണ 3 തവണ ഓരോ ദിവസവും വായിക്കണം. അങ്ങനെ നിങ്ങൾ ഫോർമുല തറവാക്കി 7, 8, 9 പേജൊക്കെ വരുമ്പോഴാണ് ഈ ടൈപ്പ് കാര്യങ്ങൾ കുറേ കൂടി തരാനുണ്ട്. തന്നിട്ടുണ്ട്, എഴുതി വെച്ചിട്ടുണ്ട്. അതും കൂടെ തന്നു കഴിയുമ്പോഴാണ് നമുക്ക് പ്രോബ്ലം ചെയ്യാൻ പറ്റുള്ളൂ. പ്രോബ്ലം ചെയ്യുന്നതിന് മുമ്പ് ഇത്രയും കാര്യങ്ങൾ തറവാക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് ആ പ്രോബ്ലം ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അതുകൊണ്ട് എൻ്റെ ഒപ്പം 2-3 തവണ ഓരോ ദിവസവും ഇങ്ങനെ ഫോർമുല വായിക്കണം.